സജോ ദേവസ്യം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, ചാഞ്ഞു പെയ്യുന്ന മഴ ഒരു കണ്ണീരുപോലെ, പ്രകൃതി കണ്ണീര് വാർക്കും പോലെയാണ്. പക്ഷേ അപ്പോഴും മനുഷ്യന്റെ കണ്ണീരും പ്രകൃതിയുടെ കണ്ണീരും കൂടിക്കലർന്ന് അപാരമായ ഈ പ്രഭാതത്തിന്റെ മറ്റൊരു അനുഭവമായി മാറുകയില്ലേ VS? കരിയിലക്കുളങ്ങരയിൽ നിന്നും സജോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജോ, കാലാവസ്ഥ പ്രതികൂലമാണ്, മഴ പെയ്യുകയാണ്. ഒരു രാത്രി മുഴുവൻ കാത്തിരുന്ന മനുഷ്യരുണ്ട്. വരൂ, ഈ തെരുവിൽ VS-നോടുള്ള വികാര വായ്പ്. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമാണ്, മഴ പെയ്യുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ VS-ന് വിട നൽകാനായി കാത്തുനിന്ന മനുഷ്യർ ഈ തെരുവീഥികൾ ഉടനീളമുണ്ട്. വരൂ, ഈ തെരുവുകളിൽ VS-നോടുള്ള വികാര വായ്പ് കാണൂ എന്നത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആലപ്പുഴയുടെ ചുവന്ന മണ്ണ്, ആലപ്പുഴയുടെ വീരപുത്രനാണ്. VS-നെ കേട്ട് രാഷ്ട്രീയം പഠിച്ച മനുഷ്യരാണ് ഇവിടെ എല്ലാം ഉള്ളത്. പുന്നപ്ര വയലാറിന്റെ വിപ്ലവ ഭൂമിയിൽ രാഷ്ട്രീയം പറഞ്ഞ മനുഷ്യനാണ്. കുട്ടനാടിന്റെ ചെളിമണ്ണിൽ ചവിട്ടി നിന്ന് ഇവിടുത്തെ സാധാരണക്കാരെ നട്ടല് നിവർത്തി നിൽക്കാൻ പഠിപ്പിച്ച ആളാണ് VS. അങ്ങനെ ഒരു വികാര വായ്പുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ ആ സമയക്രമം എല്ലാം തെറ്റിയപ്പോഴും ആളുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ആളുകൾ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് VS-ന് വിട നൽകാൻ. അപ്പോൾ എത്രമാത്രം VS-ന് ഒരു മനുഷ്യക്കടൽ ഈ പിന്നിട്ട പാതകൾ, അതായത് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന പാതകൾ ഉടനീളം പരിശോധിച്ചാൽ മഴയെന്നോ പ്രതികൂല കാലാവസ്ഥയെന്നോ കാത്തിരുന്ന സമയം അത്ര നീണ്ടുപോയതെന്നോ ഒന്നും കരുതാതെ അനേകം മനുഷ്യർ അങ്ങനെ അണമുറിയാതെ മനുഷ്യക്കടലായി ഒഴുകിയെത്തി VS-ന് വിട നൽകാൻ കാത്തു നിൽക്കുന്ന വല്ലാത്തൊരു മുഹൂർത്തമുണ്ട്. അതൊരു സമാനതകളില്ലാത്ത രണ്ടക്ഷരമാണ്. കാരണം VS-ന് തുല്യൻ VS മാത്രമാണ്. കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഒക്കെ അടക്കം, അതായത് ഈ തലമുറ VS-നെ കേട്ട് രാഷ്ട്രീയം പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയതാണ്. ഈ മനുഷ്യരെ അവകാശ പോരാട്ടത്തിന് പ്രാപ്തരാക്കിയത് VS ആണ്. മനുഷ്യനെ പുഴുവിനെ പോലെ പരിഗണിച്ചിരുന്ന ഒരു കാലത്ത് അവരെ രാഷ്ട്രീയം പറയാൻ പ്രാപ്തനാക്കിയത് VS ആണ് എന്നതാണ്. അങ്ങനെ ഒരു വല്ലാത്ത അടുപ്പം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം VS-നുണ്ട് എന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ നേരത്തെ ഇന്നലെ രാത്രി വരുമെന്ന് വൈകിട്ടെത്തിയ 5 മണിക്കെത്തി കണ്ടിട്ടേ പോകുള്ളൂ. ഞങ്ങൾ പാലക്കാട് നിന്ന് വരികയാണ്. പാലക്കാട് കൊല്ലം കൂടുന്നു. വീട്ടിലായിരുന്നു ഞങ്ങള്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാണാൻ നിവൃത്തിയിൽ ഏകദേശം 11 മണിയാവുമെന്ന് അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ് കണ്ടിട്ട് പോകാനുള്ള തീരുമാനം. പാലക്കാടും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മലമ്പുഴ കൊല്ലം കൂടെ, ഞങ്ങൾ കൊല്ലം കൂടെ. നിങ്ങളൊക്കെ ആലപ്പുഴക്കാരാണോ അതോ? ഇന്നലെയും രാത്രിയൊക്കെ കാത്തിരുന്നു. മഴയുണ്ട്, പക്ഷെ എന്ത് മഴ പെയ്താലും VS-ന് ഇവിടെ തരണം ചെയ്ത് ഞങ്ങൾ VS-നെ കണ്ടേ പോകും. തീർച്ചയായിട്ടും VS ജീവിച്ച ഈ നൂറ്റാണ്ടിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ ജീവിക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതൊരു എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അതാണ് ഞങ്ങളുടെ VS. അവരുടെ ആ വാക്കുകളിലുണ്ട് VS-നോടുള്ള വികാര വായ്പ. VS ഞങ്ങൾ ചങ്കാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച വിശ്വാസത്തിലും ഇതിലും എൻ്റെ VS ഞങ്ങളിലൂടെ ജീവിക്കുന്നു. VS തുടരണം. അതെ, നമുക്ക് രാത്രി മുതൽ ഇവിടെ നിൽക്കുകയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി. മഴയുണ്ട്, വെല്ലുവിളിയുണ്ട്, ഇതിനിടയ്ക്ക് തണുപ്പുണ്ട്. ഒരു രാത്രി അതൊന്നും വിഷയമില്ല. സാധാരണ കാണുന്നതിന് മഴയും വെയിലും ഒരു വിഷയമല്ല. ഈയിൽ കുരുത്തോന്നില്ലേ അദ്ദേഹത്തിന് മഴയും വെയിലും ഒരു വിഷയമല്ല. ശരിക്കും സമാനതകളില്ലാത്തൊരു കാഴ്ച. തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല നമുക്ക്. VS എല്ലാം ഞങ്ങളുടെ എല്ലാം ചങ്കാണ്. ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ യുവജനങ്ങളുടെ ഇന്നലെ ഈ വാർത്ത അറിഞ്ഞപ്പം തൊട്ട് അവർ വളരെ ദുഃഖത്തിലാണ്. അവർ ഇന്നലെ 8 മണിയാണ് ഇവിടുത്തെ സമയം പറഞ്ഞിരുന്നത്. എന്നിട്ടും 6 മണി തൊട്ട് ഇവർ തടിച്ചുകൂടി വീട്ടിലെങ്ങും പോകാതെ രാത്രി 8 മണിക്ക് ഇവിടെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ടും അവർ 6 മണി മുതൽ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവരായിട്ടും ആ കാത്തിരിപ്പിന് വിരാമമില്ല. പക്ഷേ ഇല്ല, അതെ, കുറവില്ല. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ ആവേശമായിരുന്നു VS. ഇപ്പോഴും അത് തന്നെ അവരുടെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ അവരുടെ ആവേശം തന്നെയാണ് VS. അവരുന്നതുകൊണ്ട് അവിടെ വലിയൊരു ഫ്ലെക്സ്. അപ്പൊ ഇതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇങ്ങോട്ടേക്ക് വന്നാൽ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ആളുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇവിടെയൊക്കെ കുറേ അധികം സമയമായി കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമുക്ക് അവരുടെ പ്രതികരണം ചോദിച്ചാൽ, കാരണം നേരത്തെയും പലതവണ നമ്മൾ ഈ വിലാപയാത്രയുടെ ഭാഗമാകാൻ ഇതുവഴിയൊക്കെ കടന്നുപോയി. അതായത് ഹരിപ്പാട് ഭാഗത്തു നിന്നും
ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ വിലാപയാത്രയുടെ ഭാഗമായി കടന്നു വന്നപ്പോൾ അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ്. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം. VS-നെ കണ്ടൊരു തീർച്ചയായിട്ടും ഇതുപോലൊരു ജനകീയ നേതാവിന് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ഇതുപോലൊരു ജനാവലി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ജനഹൃദയങ്ങളിൽ ജീവിച്ച ഈ മണ്ണിലാണ് അദ്ദേഹം ശരിക്കും രാഷ്ട്രീയം പയറ്റുകയും അവരോട് സംവദിച്ചും തുടങ്ങിയിട്ട്. സത്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തത്വമാണ്. അതാണ് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. എന്താ നീ എൻ്റെ ചെങ്കരിക്ക് കുടിക്കാൻ VS വളരെ ഗർണത്തോടു കൂടിയാണ് പറയാം. എൻ്റെ കരിക്ക് 25 വർഷമായി കുടിക്കുന്ന VS കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെയാണ് KPC ഒരു ചരിത്രമായതെന്ന് പ്രേക്ഷകർക്കറിയാം. പക്ഷേ നോക്കൂ, VS വന്നതിനു ശേഷം ആ രീതിയിൽ VS-നെ നായകനാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാവ്യസൃഷ്ടി ഏതെങ്കിലും ഒരു PR ഏജൻസിയോ മറ്റേതെങ്കിലും സംവിധാനമോ നടത്തിയിട്ടില്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോടുന്നതിൽ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം നേടിക്കൊടുത്തത് KPC കൂടിയാണ്. ആ KPC-യുടെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട VS എത്തുകയാണ്. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് KPC-യുടെ ഓർമ്മകൾ ഇരമ്പുന്ന മണ്ണിലേക്ക് എത്തുകയാണ്. വിപ്ലവ രണാങ്കണ ഭൂമിയിലേക്ക് VS മടങ്ങിയെത്തുകയാണ്. ഈ കാഴ്ച നമ്മളെ വല്ലാതെ ഈറനണിയിക്കുന്നുണ്ട്. പ്രകൃതി ഈറനണിഞ്ഞു നിൽക്കുന്ന ഒരു നേരമാണ്. വിപ്ലവ സൂര്യൻ അസ്തമിക്കാതെ മറ്റൊരു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. കായംകുളത്തെ മണ്ണിലേക്ക് സാവധാനം VS-നെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്കവിടെ വെളുത്ത കൊടികൾ കാണാം. അവിടെ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരെ കാണാം. പ്രകൃതി കണ്ണീർ വാർക്കുന്നത് കാണാം. പലരുടെയും ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. എല്ലാ ശബ്ദങ്ങളും കണ്ഠമിടറി നെഞ്ചു തകർന്ന് ഉള്ളുലഞ്ഞു പറയുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർ നമ്മളോട് പറയുന്ന കഥ VS-ന്റെ കഥയാണ്. പുന്നപ്രയുടെ മുത്തിൻ്റെ കഥയാണ്. പുന്നപ്രയുടെ മാറിലേക്ക്, വയലാറിൻ്റെ മാറിലേക്ക്, ചുടുകാട്ടിലേക്ക് VS എത്തുമ്പോഴും അവിടെ കാത്തു നിൽക്കുന്ന മനുഷ്യർ ഏതു മഴയും അവഗണിച്ചു നിൽക്കുന്നവരാണ്. ഇന്നലെ രാത്രി 8 മണി മുതൽ കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയും ഇവിടെ ജീവിക്കാൻ ഒരവസരമൊരുക്കിയതിന് VS-നെ ഒന്ന് കാണണം. VS-യെ നന്ദി, ഞങ്ങളുടെ തലമുറയ്ക്ക് ഇങ്ങനെയൊരു നാടിനെ സമ്മാനിച്ചതിന്, ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ ഈ നാടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാനമിട്ടതിന്. നിങ്ങൾ കൊളുത്തിയ തിരുനാളങ്ങൾ ഇനി ഞങ്ങളിലൂടെ എന്നും പ്രകാശിക്കുമെന്ന ഉറപ്പുമായി യുവജനത കാത്തു നിൽക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥയായി VS മാറുകയാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ബാല്യങ്ങളിലുള്ളവർക്ക് VS സജീവ രാഷ്ട്രീയം അരങ്ങൊഴിഞ്ഞു പോകുമ്പോൾ ജനിച്ച കുട്ടികൾക്ക് VS അമ്മയും അച്ഛനും പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ്. എന്നാൽ കൗമാരങ്ങളിലേക്ക് കടന്ന് യൗവനത്തിലേക്ക് നിൽക്കുന്ന മനുഷ്യർക്ക് VS ഒരു അത്ഭുതമാണ്. യൗവനത്തിലേക്ക് കടന്ന മനുഷ്യർക്ക് VS ഒരു പ്രതിഭാസമാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തിയ മനുഷ്യന് VS ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന മനുഷ്യന് എത്ര വൈകിയാലും VS-നെ ഒരു നോക്ക് കണ്ടേ മടങ്ങും, VS-നെ ഒരു മിന്നായം പോലെയെങ്കിലും കണ്ടിട്ടേ മടങ്ങൂ എന്നുറപ്പോടുകൂടി നിൽക്കുന്നത്. ഇങ്ങനെ 4-5 മണിക്കൂറുകൾ നിന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നോക്കൂ, 6, 7, 8 മണിക്കൂറുകൾ. ഇപ്പോൾ ഇതാ 11 മണിക്കൂറായി കാത്തു നിൽക്കുകയാണ് ഹരിപ്പാട്ടെ മനുഷ്യർ, കരിയിലക്കുളങ്ങരയിലെ മനുഷ്യർ. ഹൃദയങ്ങളുടെ യാത്രാമൊഴി ഏറ്റുവാങ്ങി പ്രിയപ്പെട്ട VS മടങ്ങുകയാണ്. സജീഷ്, ഇത് സമാനതകളില്ലാത്ത വിലാപയാത്രയാണ്. പുന്നപ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അതിനു മുൻപ് VS കേരളക്കരയുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങുകയാണ്. സ്നേഹം മഴ പോലെ പെയ്തൊഴിയുന്ന ഈ പ്രഭാതത്തിൽ ഒരു വിപ്ലവ സൂര്യൻ അസ്തമിക്കാതെ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽപ്പാണ് VS. ഡോക്ടർ അരുൺകുമാർ, സമാനതകളില്ലാത്ത ഒരു യാത്രയപ്പിനാണ് കേരളം സാക്ഷിയാകുന്നത്. ഇതുവരെ ഇങ്ങനെയൊരു മനുഷ്യനെ ഒരു നാടും ഇത്ര സ്നേഹം നൽകി യാത്രയായിട്ടുണ്ടാവില്ല. നമ്മൾ കേരളം ഒരുപാട് അന്ത്യയാത്ര കണ്ടതാണ്. ഒരുപാട് നേതാക്കന്മാർക്ക് ജനങ്ങൾ നൽകുന്ന വിടവാങ്ങൽ കണ്ടതാണ്. അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഒരു നായകനെ ഒരു നാട് മൊത്തം മനസ്സുലഞ്ഞുകൊണ്ട് യാത്രയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒപ്പം, ജനങ്ങളുടെ പ്രതീക്ഷകൾ കടത്തിവെട്ടിക്കൊണ്ട് അവർക്കൊപ്പം നിന്നൊരു നേതാവാണ് VS. ജനങ്ങളുടെ പ്രതീക്ഷകൾ കടത്തിവെട്ടിക്കൊണ്ട് അവരോടൊപ്പം സമരത്തിൽ അണിനിരുന്നതാണ്. അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം, അവരുടെ പ്രതീക്ഷകൾ മറികടന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾ മറികടന്നുകൊണ്ടുള്ള ഒരു വിടവാങ്ങൽ ജനങ്ങൾക്ക് നൽകിയേ മതിയാവൂ തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന്. ഇനി VS പോകുന്നത് വിപ്ലവ മണ്ണിലേക്കാണ്. ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ താൻ ജനിച്ചു വളർന്ന് പിച്ചവെച്ച് നടന്ന തൻ്റെ സ്വന്തം ജന്മനാട്ടിലേക്ക് VS പോവുകയാണ്. സർ CP-യുടെ പട്ടാളത്തിന് മുന്നിൽ വാരിക്കുന്തമെഴുതി 100 കണക്കിന് തൊഴിലാളികൾ സമരം നടത്തിയ ഒരു മണ്ണിലേക്കാണ് VS പോകുന്നത്. ആ തൊഴിലാളികൾ CP-യുടെ പട്ടാളങ്ങളുടെ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ ഒരു
ഒരു മണ്ണ് കൂടിയാണ്. ആ മണ്ണിൽ അവർക്കൊപ്പം ചേരാനാണ് VSന്റെ യാത്ര. മരിച്ചു വീണ സമരക്കാരെയൊക്കെ തീ കൊണ്ട് കത്തിച്ചു കളഞ്ഞ CPയുടെ പട്ടാളം ഭരിച്ചിരുന്ന ഒരു മണ്ണിൽ, ആ മണ്ണിൽ അവർക്കൊപ്പം അണിചേരാൻ, അവർക്കൊപ്പം അന്തിയുറങ്ങാനാണ് VSന്റെ യാത്ര. തീർച്ചയായിട്ടും അതൊരു ഒന്നൊന്നര യാത്രയാണ്. നമുക്കറിയാം, ഈ നാട് ഒരു മനുഷ്യനെ ഇത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നതിന് നമുക്ക് മറ്റൊരു തെളിവ് വേണ്ട. ഇത് മണിക്കൂറുകളായി കാത്തിരിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ നോക്കൂ, കൈക്കുഞ്ഞുങ്ങളുമായി വഴിയോരത്ത് കാത്തു നിൽക്കുന്ന സ്ത്രീകളുണ്ട്, നടുനിവർക്കാൻ പറ്റാത്ത വൃദ്ധന്മാരുണ്ട്. ആ ബാലവൃദ്ധം എന്നതിനെ അക്ഷരാർത്ഥത്തിൽ ശരിയാക്കി തീർത്ത VS ആണ് നമ്മുടെ മുന്നിലൂടെ തൻ്റെ അന്ത്യയാത്രയ്ക്ക് പോകുന്നത്. ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നേതാക്കന്മാർ ഇടപെട്ട് ആ സ്ഥലങ്ങൾ ചുരുക്കാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് തടിച്ചുകൂടിയ ഒരു ജനാവലിയെ കാണാം നമുക്ക്. ഓച്ചിറയിൽ നിന്ന് KPC ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴേക്കും മണിക്കൂറുകൾ കാത്തിരിക്കുന്ന മനുഷ്യര് ഇവിടെ കരിയിലക്കുളങ്ങരയിലും അത്ഭുതം സൃഷ്ടിക്കുകയാണ്. സജോ, ഏകദേശം 11 മണിക്കൂർ കാത്തിരുന്നൊരു മനുഷ്യനെ നമ്മൾ കാണുന്നു. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി കരിയിലക്കുളങ്ങരയിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും 6 മണി മുതൽ തന്നെ കരിയിലക്കുളങ്ങരയിൽ കാത്തുനിന്ന മനുഷ്യര് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. 1-2 മണിക്കൂറല്ല, 11 മണിക്കൂറായി അവർ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ ഉരുനോക്കുകാരാണ്. 6 മണിക്ക് വന്നവരുണ്ട്, അവർ 13 മണിക്കൂറായി കാത്തു നിൽക്കുകയാണ്. ഈ വിലാപയാത്ര പുറപ്പെട്ട് 18ാമത്തെ മണിക്കൂറിലെത്തുമ്പോൾ 11 മണിക്കൂറും VSനെ കാണാൻ വഴിയരികിൽ കാത്തു നിൽക്കണമെങ്കിൽ VS ഇവർക്ക് സ്വന്തം ജീവിതത്തിൽ എന്തോ ആയിരുന്നില്ലേ? ഡോക്ടർ അരുൺകുമാർ, കേരള മനസ്സാക്ഷിയുടെ നീതിബോധത്തിന്റെ പ്രതീകമാണ് VS എന്നതിന്റെ തെളിവ് ഈ വിലാപയാത്രയിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യ സമുദ്രം അലകടൽ പോലെ ആർത്തലച്ച് ഈ തെരുവീഥികളിൽ ഉടനീളം കാത്തുനിന്നത്. രാത്രിയെന്ന് പകലെന്ന് ഭേദമില്ലാതെ, മഴയെന്ന ഭേദമില്ലാതെ അത്ര അനേകം വെല്ലുവിളികളെ അതിജീവിച്ച് ആ മനുഷ്യർ VS അത് നമ്മളാണ് എന്ന രാഷ്ട്രീയം ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അത്രത്തോളം വികാരവായ്പ് VSന് നൽകണമെങ്കിൽ ആ മനുഷ്യനെ ആ വിധം ഈ നാട് കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വികാരവായ്പ് ഉടനീളം നമ്മൾ കാണുകയാണ്. പല പ്രായത്തിലുള്ള മനുഷ്യരോട് ഒരേ സമയത്ത് സംവദിക്കാൻ, രാഷ്ട്രീയമായി സംവദിക്കാനുള്ള അപാരമായ ദിഷ്ണാശേഷിയുള്ളൊരു നേതാവാണത്. സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ അച്ചടി വടിവ് കൊണ്ടല്ല, അദ്ദേഹം മനുഷ്യരുടെ ജീവിതം പഠിച്ചും പഠിപ്പിച്ചും രാഷ്ട്രീയം പ്രവർത്തിച്ച ആളാണ്. പുന്നപ്ര വയലാറിന്റെ സമരഭൂമിയിൽ കുട്ടനാട്ടിൽ അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആദ്യം കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു തുടങ്ങിയതാണ്. 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട് 11-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിറങ്ങിയതാണ്. ആ കുട്ടനാടിന്റെ ചെളിമണ്ണിൽ ചവിട്ടി നിന്നാണ് ആളുകളോട് രാഷ്ട്രീയം പറഞ്ഞത്. അങ്ങനെ നീട്ടിയും കുറുക്കിയും അദ്ദേഹം എല്ലാ പ്രായത്തിലുമുള്ള അനവധി തലമുറകളോട് യഥാർത്ഥത്തിൽ സംസാരിച്ചു. തലമുറകളെ രാഷ്ട്രീയം പഠിപ്പിച്ചും പറഞ്ഞും കടന്നുപോയ മനുഷ്യനാണ് അദ്ദേഹം.